വസ്തുതാവിരുദ്ധമായ പരാമർശം നടത്തിയെന്ന മുൻ എം.എൽ.എ. അനിൽ അക്കരയുടെ പരാതിയിൽ മന്ത്രി എം.ബി. രാജേഷിനെതിരെ അന്വേഷണം. തൃശൂർ അഡീഷണൽ എസ്.പി ആണ് അനിൽ അക്കരയുടെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ചാണ് അനിൽ എം.ബി. രാജേഷിനെതിരെ പരാതി നൽകിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എന്തൊക്കെയാണ് പരാതിയുടെ വിശദാംശങ്ങൾ? അന്വേഷണം ഏത് രീതിയിലായിരിക്കും? ആനന്ദ്, കഴിഞ്ഞ ജനുവരി 8-നാണ് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോടായി നടത്തിയ പ്രതികരണത്തിനിടെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ തുടർച്ച ഉണ്ടാകാതെ പോകുന്നത്, പദ്ധതി പാതി വഴിയിൽ നിലച്ചുപോയത് വടക്കാഞ്ചേരി മുൻ എം.എൽ.എയും നിലവിൽ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റും AICC സെക്രട്ടറിയുമായിട്ടുള്ള അനിൽ അക്കരയുണ്ടാക്കിയ നിയമക്കുരുക്കിനെ തുടർന്നാണ് എന്നുള്ള കാര്യം മന്ത്രി എം.ബി. രാജേഷ് വാർത്താ മാധ്യമങ്ങളോട് പ്രതികരണമായി സംസാരിക്കുന്നത്. ഇത് തനിക്ക് മാനനഷ്ടം ഉണ്ടാക്കി, തന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നിയമക്കുരുക്കാണ് ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനിൽ അക്കര ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളുടെയും വാർത്താ സമ്മേളനം നടത്തിയും മന്ത്രി എം.ബി. രാജേഷിനെ വെല്ലുവിളിച്ചിരുന്നു. പരസ്യ സംവാദത്തിന് തയ്യാറാണ്, മന്ത്രി ഏത് നിലയിലാണ് താൻ ഈ പദ്ധതിക്ക് കുരുക്കുണ്ടാക്കിയത് എന്നുള്ള നിലയിൽ പ്രതികരണം നടത്തണം, അതിന് മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല വിധത്തിൽ മാധ്യമങ്ങളിലൂടെയും മറ്റും വെല്ലുവിളി നടത്തിയിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതിന് തിരിച്ച് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. ഇതേ തുടർന്ന് വക്കീൽ നോട്ടീസ് അയക്കുകയും വക്കീൽ നോട്ടീസിനൊടുവിൽ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. മാനനഷ്ടമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് മന്ത്രിക്കെതിരായിട്ടുള്ള അനിൽ അക്കരയുടെ പരാതി. ഈ പരാതിയിന്മേലാണ്, പേരാമംഗലം പോലീസിൽ നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ തൃശൂർ അഡീഷണൽ SP കേസെടുത്ത് മന്ത്രിക്കെതിരെ അന്വേഷണം നടത്താമെന്നുള്ള നിലയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി നമുക്കറിയാം, ഏറെ വിവാദങ്ങളെ തുടർന്ന് ആ പദ്ധതി നിർധനരായ ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീടൊരുക്കാൻ വേണ്ടി നിർമ്മിച്ച പദ്ധതിയാണ്. വലിയ അഴിമതിയും ആരോപണങ്ങളും ഒക്കെ ഇതേ തുടർന്ന് ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ വരെ കേസിൽ പ്രതിയായി കസ്റ്റഡിയിൽ പോവുകയും റിമാൻഡിൽ കഴിയുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. ഒരു കാലത്ത് അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമാവുകയും LDFന് പ്രതിസന്ധി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത കേസാണ്. അതിനൊടുവിലും ആ പദ്ധതി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല. അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ, കേസുകളും ഇപ്പോഴും തുടരുകയാണ്. ഇതേ ചൊല്ലിയാണ് നിയമസഭാ വ്യക്തമാണ്. ഏതായാലും അനിൽ അക്കരയുടെ പരാതിയിൽ എം.ബി. രാജേഷിനെതിരെ ഒരു അന്വേഷണം നടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ലെവിൻ നൽകിയത്.